ക്രിസ്തുവിൽ നിനക്ക് കഷ്ടമുണ്ടാകാം, പക്ഷെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കാമെങ്കിൽ നിന്റെ താഴ്ച അടുത്ത ദിവസങ്ങൾ ഉയർച്ചയാക്കാം. അവൻ മതിയായവനാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ ബന്ധങ്ങളുടെ ജീവരക്ഷയ്ക്കായി, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവരക്ഷയ്ക്കായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രാണൻ പോകത്തക്ക നിലകളിൽ കിടക്കുന്ന ചിലതിനെ പ്രാർത്ഥിച്ച് ദൈവമഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്താൻ അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിത്യജീവന്റെ വെളിപ്പാടുകളെ പകർന്നു കൊടുത്ത് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കാൽവറിയുടെ കുലത്തളത്തിൽ മാനവകുലത്തിന്റെ പാപങ്ങളുടെ ശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ട കാൽവറിയിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ വെളിപ്പെടുത്താൻ നിന്റെ ബന്ധങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചതാണ്. കഴിഞ്ഞ ദിവസം നീ ചോദിച്ചില്ലേ, കർത്താവേ ഒത്തിരി താഴ്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, പക്ഷേ ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചു, ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥിച്ചു, എന്നിട്ടും ഈ താഴ്ചയുടെ അനുഭവങ്ങൾ, എന്നിട്ടും ഈ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, എന്നിട്ടും ഈ പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ, എന്നിട്ടും ഈ പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ, നിന്നെ ദൈവം തിരഞ്ഞെടുത്ത് വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന പാത താഴ്ചയായിരിക്കാം, പക്ഷേ നിന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ സഹോദരങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. യേശുവിനൊന്ന് നന്ദി പറയാമോ? യോസേഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റു, പക്ഷേ നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ അയച്ചതാണ്. ഇന്ന് അനുഭവിക്കുന്ന താഴ്ചയുടെ നടുവിലും ഒരു ദൈവമഹത്വം വെളിപ്പെടുന്നു. ദൈവം നോക്കുന്നു യോസേഫ് ദൈവത്തിൽ എത്രത്തോളം വിശ്വസ്തയോടെ യാത്ര ചെയ്യുന്നു. ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ ഹൃദയം ദൈവം നോക്കുകയാണ്. നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ പ്രതികൂലത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ തുടരുന്ന ചിലർക്ക് ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാൻ നിന്റെ സാഹചര്യത്തെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ ആമേൻ സഹോദരങ്ങളെ സഹായിക്കാൻ കഴിയാതിരുന്ന യോസേഫ് ഇന്നലകളിൽ സഹോദരങ്ങളുടെ നടുവിൽ ആമേൻ താഴ്ചയിലിരുന്ന യോസേഫ് ഇതാ സഹോദരങ്ങൾക്ക് മിസ്രൈമിൽ ആമേൻ അവനൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ദേശത്ത് ക്ഷാമം വന്നു, 2 വർഷം ക്ഷാമം തുടർന്നു. ആമേൻ സഹോദരങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ക്ഷാമം കയറി വന്നു. എന്നാൽ മിസ്രൈമിലേക്ക് തന്റെ സഹോദരങ്ങൾ കടന്നു വന്നു. അവിടെ ഇതാ ക്ഷാമത്തിലും അവരെ ക്ഷേമമായി സഹോദരങ്ങള് അവൻ നടത്താൻ ഒരു യോസേഫിനെ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ച് നടത്തിയിരിക്കുകയാണ്. യോസേഫ് പറയുകയാണ്, ഈ 2 വർഷമേ ആയിട്ടുള്ളൂ, ഇനിയും 5 സംവത്സരം ഇനിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. വാഗ്ദത്തം അറിയിക്കുമ്പോഴേ ഈ വാഗ്ദത്തത്തിലേക്കുള്ള വഴി എപ്പോഴും പട്ടുമെത്തകളല്ല.
ക്രിസ്തുവിൽ നിനക്ക് കഷ്ടമുണ്ടാകാം, പക്ഷെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കാമെങ്കിൽ നിന്റെ താഴ്ച അടുത്ത ദിവസങ്ങൾ ഉയർച്ചയാക്കാം. അവൻ മതിയായവനാണ്.